അപ്പൊ ഇന്നലെ സന്ധ്യ മേടിച്ചുകൊണ്ടുവന്ന നെല്ലിക്ക ഞാൻ രാത്രി അവിടെ എടുത്തു വെച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നെല്ലിക്ക നമുക്കൊന്ന് അച്ചാറാക്കാം. നെല്ലിക്ക അച്ചാർ. നെല്ലിക്ക ഇവിടെ വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിക്കപ്പോഴും അച്ചാറിടാൻ മേടിച്ചിട്ട് വരും. അച്ചാറിടാൻ ഒന്നില്ലെങ്കിൽ പറ്റാറില്ല, അത് വെറുതെ കഴിക്കുക, ജ്യൂസ് അടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് തീർക്കും. കുറച്ചെണ്ണൊക്കെ ചീത്തേ പോവും, അതാണ് അതിന്റെ റിയാലിറ്റി. ഇത് ഇന്നലെ ഇതിനൊക്കെ കളർ ഉണ്ടോ? ഇതിങ്ങനെ അതിവിടെ എന്തോ ഇത് വന്നേക്കണ്ട. എന്തായാലും നെല്ലിക്ക അച്ചാറിടണം. അപ്പൊ നമ്മുടെ ഇതുണ്ട് കാന്താരി മുളക് ഉണ്ടാവും. പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ചട്ടിയിൽ അതിനുള്ളതൊന്നും ഉണ്ടാവില്ല, നാലെണ്ണം ഉണ്ടാവുള്ളൂ. ഒരു വാഴയിലേക്ക് ഇട്ട് വെച്ചാലോ? എങ്ങനെ വേണേ വെച്ചോ. നമ്മുടെ കാന്താരിക്ക് എന്താ പറ്റിയിട്ടുണ്ടല്ലോ? കാന്താരിക്ക് ഞാൻ നല്ല ഒരു സൈഡിനൊരു തളർച്ച സംഭവിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ഞാൻ ഇന്നലെ മണ്ണിട്ട് അതിന് നേരെയാക്കിയിരുന്നു. നേരെയാക്കിയപ്പോ ചില വേരുല പൊട്ടെന്തും ചെയ്തിട്ടുണ്ടോ? ആ ഒരു കമ്പിന് മാത്രല്ലേ ഒരു ഇതുള്ളത്? ഈ സൈഡിനാണ് സംഭവിച്ചേക്കണേ, സൈഡിനല്ല, ആ ഒരു കമ്പിന് മാത്രമേ ഉള്ളൂ. അതിന്റെ വേരിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതിന് മാത്രമുള്ളതൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ മറ്റേ പച്ചമുളക് കൂടി വേണേ പൊട്ടിക്കാം, ഉണ്ടാവോ? അല്ല, നിന്നോട് പറഞ്ഞായിരുന്നു ഇല്ല, കൂടി കുറച്ചുള്ളൂ. നമ്മളല്ലേ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. ശരി, പക്ഷെ കുറച്ച് നിർത്തിണ്ടായിരുന്നു. ഈ ഏരിയയിലൊന്നും ഇല്ല. അതെ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കാന്താരി കഴിഞ്ഞു. ഇത്ര ഉള്ളു കാന്താരി. ഒരു വാളം കാന്താരിയാണ് കിട്ടിയേക്കണം. അത് കരിഞ്ഞ പോലെ ഇരിക്കണം. നമുക്ക് മറ്റേടത്ത് നിന്ന് നോക്കിട്ട് വരാം. ഒരു വാളം കാന്താരിയും ഞാൻ. അപ്പൊ ഇത്ര മതിയാവും എന്ന് തോന്നണേ. പിന്നെ മുളക് പൊടിയൊക്കെ ഇടുന്ന ഒക്കെ ആയിരിക്കും. ഇവിടുത്തെ പച്ചമുളകൊന്നും ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഇനി കുറച്ച് വേപ്പിലയും കൂടി പൊട്ടിക്കാം. നമ്മുടെ അച്ചാറിനുള്ള വേപ്പില. ഇവിടെ അതേ ഒരെണ്ണം നിൽക്കണ്ട ഇവിടെ. ആ കൊമ്പ് പിടിച്ചെടുത്തോ, ഉറുമ്പുണ്ടെങ്കിൽ. ആ, അത് പിടിച്ചോ. ആ, അതല്ലടി, അത് പുളി ഉറുമ്പുണ്ട്. ആ, പൊട്ടിച്ചോ, ഉറുമ്പെന്തോ ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ വഴിയേക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. പതുക്കണം നടക്കണ്ട സാധനമേ. അങ്ങനെ ദേ അടുക്കളയിൽ എത്തിയിട്ടാ. ഇനി അധികം വൈകിക്കാനില്ല, വേഗം ചെയ്യാണ്. കാരണം സ്റ്റീവ് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചേച്ചി പണിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്തും കാര്യങ്ങളൊക്കെ പുല്ലും പിടിച്ച് കിടക്കണതും പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ഏരിയകളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ഉച്ച വരെ നല്ല മഴക്കാരും അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്യാൻ പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വെയിൽ വന്നു കേട്ടാ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മുടെ പണികളൊന്നും പുറത്തെ പണികളൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് നടക്കില്ലല്ലോ. അപ്പം ഞാൻ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് കഴുകി ഇതേ വൃത്തിയാക്കി നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടു. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലേനെ അതിൻ്റെ ഇതൊന്ന് അടർത്തി കളഞ്ഞ് ഒന്ന് കീറി ഇടാൻ കേട്ടോ. കാരണം അത്യാവശ്യം വലിപ്പമുണ്ട് കറിവേപ്പിലയ്ക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ദേ ഒന്ന് കീറിയിട്ടു.
നെല്ലിക്കേനെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നെല്ലിക്കച്ചാർ ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ നെല്ലിക്കച്ചാറൊക്കെ ഉണ്ടാക്കൽ പൊതുവേ കുറവാണ്. എപ്പോഴും നമ്മുടെ മാങ്ങയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ ആയിട്ട് മാങ്ങയാണ് പൊതുവേ ഉണ്ടാക്കണ അച്ചാർ. പിന്നെ നെല്ലിക്കയും അതുപോലെ തന്നെ ഈന്തപ്പഴമൊക്കെ ഇട്ട് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ആകെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ അച്ചാറിട്ടായിരുന്നു. പിന്നെ നെല്ലിക്ക മുമ്പ് ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ കുറേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നെല്ലിക്ക മേടിച്ചിട്ട് വരും അച്ചാറിടാൻ. കുറേ ഒന്നും മേടിക്കാറില്ല കേട്ടോ, കുറച്ച് മേടിക്കാറുള്ളൂ. പക്ഷെ അത് ഓരോ സാഹചര്യം അനുസരിച്ചാണ്. ചിലപ്പോൾ അച്ചാറിടാൻ പറ്റാറില്ല. അപ്പം അത് ജ്യൂസ് അടിച്ച് കുടിക്കുകയെ അങ്ങനത്തെ രീതിയിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ അച്ചാർ അധികം നാളിങ്ങനെ വാഴില്ല, പെട്ടെന്ന് തീരും. അപ്പോൾ ഫ്രഷ് ആയിട്ട്, അതായത് കറുമുറ ഒരു അവസ്ഥയിൽ കഴിക്കാനാണ് ഞാൻ മുമ്പത്തെ കുറേ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫ്രഷ്നെസ് പോകാണ്ട് ഇങ്ങനെ കറുമുറ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ചീശി ഉണ്ടാക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ്. ശരിക്കും അച്ചാറെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാലങ്ങളോളം ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ എടുത്തു വെച്ചാൽ കുറച്ചീശ എടുക്കാം, ആ ഒരു രീതിയാണെന്ന് അറിയാം. പക്ഷേ ഞങ്ങളുടെ ഒരു സന്നിചേട്ടൻ്റെ ഏറ്റവും കൂടുതലൊരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഉടയാണ്ട് ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നുള്ളത് കൊണ്ട് എപ്പോഴും മാക്സിമം ഫ്രഷ് ആയിട്ട് അച്ചാർ ആണെങ്കിലും എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അമ്മ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് അമ്മ ഇവിടെ ഇങ്ങനെ നമ്മുടെ മാങ്ങ ഉണ്ടാവണ ഈ സീസണുകളിലൊക്കെ മാങ്ങ ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ മാങ്ങയൊക്കെ പൊട്ടിച്ച് കുറേ ഭരണികളിൽ ഉപ്പിലിട്ട് വയ്ക്കും, കുറേ അച്ചാറ് ഇട്ട് വയ്ക്കും ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ളതും. ഇപ്പോൾ സന്നിചേട്ടൻ സൗദിയിലായിരുന്ന സമയത്താണെങ്കിൽ അവിടേക്ക് കൊടുത്തയക്കാനുള്ളതും ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കരുതി എടുത്ത് വെക്കുമായിരുന്നു. എന്നിട്ട് ഓരോരുത്തർ വരുമ്പോൾ എടുത്ത് കൊടുക്കും അച്ചാറ്. അതൊരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ അച്ചാറിടലൊക്കെ കുറവാണ്. എനിക്ക് അതിനുള്ളൊരു ഇത് ഇല്ല. മീൻസ് അച്ചാറിനോട് അങ്ങനെ കുറേ ഉണ്ടാക്കി വെക്കാനുള്ള സിസ്റ്റം നമ്മൾ ചെയ്തൊക്കെ വരുമ്പോൾ ആവുമായിരിക്കും. പിന്നെന്താ, അപ്പം ഞാൻ വെളുത്തുള്ളീനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നേരത്തെ കറിവേപ്പിലയും പച്ചമുളക് ഇട്ടായിരുന്ന ചട്ടിയിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. അപ്പം ഇഞ്ചിനെയും അതുപോലെ തന്നെ കുരുകുര കട്ട് ചെയ്ത് ഇടാണ് കേട്ടോ. അച്ചാറുകൾ പൊതുവെ ഏകദേശം ഒരേ സ്റ്റൈലാണല്ലോ. ഇതിൽ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ അച്ചാർ ഇടണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പൊതുവേ നമ്മളൊരു അച്ചാർ ഞാനിടുന്ന ഒരു രീതി, കോമൺ ആയിട്ടൊരു രീതി ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇഞ്ചി ഇടാറുണ്ട്, ചിലപ്പോൾ ഇഞ്ചി ഇടാറില്ല. വേറെ എന്ത് ആണെങ്കിലും മാങ്ങയാണെങ്കിലോ എങ്ങനെയാണെങ്കിലോ വെളുത്തുള്ളി എന്തായാലും മസ്റ്റായിട്ട് ഇടാറുണ്ട്. വെളുത്തുള്ളി ഇടാണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ, അച്ചാർ പൊടിയൊക്കെ ഇട്ട് അങ്ങനത്തെ രീതിയിൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നെല്ലിക്ക അത്യാവശ്യം നല്ല രീതിയിൽ പുഴുങ്ങി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഫാനൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അധികം ചൂടാറാനൊന്നും നിൽക്കണില്ല, കൈ ഒന്ന് പൊള്ളാത്ത രീതിയിൽ ആവുമ്പോഴേക്കും ഞാൻ ഡയറക്റ്റ് ഇതേ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന് വേണ്ടി കുറേ സമയം കളയണമൊന്നുമില്ല, നമ്മുടെ കൈ പൊള്ളാണ്ട് കട്ട് ചെയ്യാൻ പറ്റിയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇതിൻ്റെ ആവിയിൽ വെന്ത ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് പകർത്തി മാറ്റാണ്. അച്ചാറിലേക്ക് ഒന്ന് വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടി, വേറെ തിളപ്പിച്ച് ആറുന്ന വെള്ളം വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല, ഇത് തന്നെ യൂസ് ചെയ്യാന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്, കാരണം അതിൻ്റെ കുരു ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ, വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. ഇപ്പോൾ 2 വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് കേട്ടോ. മാക്സിമം 2 വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താ, നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്, മഴയുണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ? വീടുകളിൽ വെള്ളം കയറുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്
നമ്മുടെ ഇവിടെ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. മീൻസ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല. 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു പ്രളയം ആ സമയത്ത് വന്നായിരുന്നു. അല്ലാണ്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ. കുറേ പേർക്ക് നമ്മൾ ന്യൂസിലും ഇവരൊക്കെ കാണാറുണ്ടല്ലോ, കുറേ ഇങ്ങനെ വെള്ളം കയറുന്നതും അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള നമ്മുടെ ഫോളോവേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയാണ്. പിന്നെ എന്താ, ദേ നമ്മുടെ കട്ടിങ് ഒക്കെ വേഗം വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് ദേ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു. പിന്നെ ഒരു ചേച്ചി പണിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, ചേച്ചി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങോട്ട് നോക്കി നിന്ന് എൻ്റെ ഗ്യാസിൻ്റെ ലൈറ്റർ എടുത്തിട്ട് പോയി അവൻ. ഇങ്ങനെ ആൾ പ്രസ് ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ, ഗ്യാസ് ഓൺ ആക്കണ കാണുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെ നോക്കാനൊക്കെ. അവന് നമ്മുടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പ് അത്ര ഹൈറ്റ് ഇല്ല, ചെറുതാണ്. അമ്മയുടെ ആ ഒരു ഇതിൽ വേണ്ടി പണ്ടത്തെ പണിതാണല്ലോ. അപ്പോൾ അവനൊക്കെ നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ ഇതൊക്കെ അടയ്ക്കാനൊക്കെ പറ്റും. ഇപ്പം ഇടയ്ക്ക് ഞാനില്ലാത്ത സമയത്ത് അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഞാനുള്ള സമയത്താണെങ്കിലും ആളിങ്ങനെ പരിശോധിക്കാനായിട്ട് വരും. ഗ്രേസ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. ഇവനാണ് ഇങ്ങനെ എന്താണ് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ പരതി ഇങ്ങനെ നടക്കും. ഇപ്പോൾ ചേച്ചി ഗ്രേസ് സ്കൂളിൽ പോയതിന് ശേഷം ആളിങ്ങനെ ഓടിപ്പാഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ദേ ചട്ടി അടപ്പത്ത് വെച്ചു. പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ കടുക് പൊട്ടിക്കാൻ കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇടാണ്. അപ്പോൾ ഉലുവയും കൂടി ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇടും. ഈ മണ്ണിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, കുറേ നാളുകൾക്ക് മുമ്പ് സന്നചേട്ടൻ മേടിച്ചായിരുന്നാ. ഞാൻ മുളക് പൊട്ടിക്കാൻ കൊണ്ടുപോയ പാത്രം ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ വേറെ ഒരു ഇങ്ങനെ എന്താ കഞ്ഞി കുടിക്കാൻ പറ്റിയ ടൈപ്പ് വേറൊരു പാത്രം, അങ്ങനെയൊക്കെ മുമ്പ് മേടിച്ച് വെച്ചായിരുന്നതാ. അന്നങ്ങനെ യൂസ് ചെയ്തായിരുന്നില്ല. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ചൂടുവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ച് ക്ലീനാക്കി അങ്ങനെ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ അച്ചാറാണ് ഇതിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, കുറച്ച് കായം പൊടി ഇട്ടു. പിന്നെ നേരത്തെ എടുത്തു വെച്ചായിരുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ നെല്ലിക്കയുടെ ആ ഒരു ആവിയിൽ വന്ന ആ വെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വിനാഗിരി, സൊറക്ക ഉണ്ടല്ലോ, വിനാഗിരിയും കൂടി ഒഴിക്കും. അത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ നെല്ലിക്കയും കൂടിയൊക്കെ ഇട്ട് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആവും കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായ രീതിയിൽ ഇടാൻ പറ്റുന്ന നെല്ലിക്ക കൊണ്ടോ വേറെ എന്തെങ്കിലും കൊണ്ടൊക്കെ റെസിപ്പി ഉണ്ടാവുമല്ലോ, മസാലകൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, എനിക്ക് പരീക്ഷിച്ച് നോക്കാനാണ്. അച്ചാറിലൊക്കെ ഉലുവൊക്കെ പൊടിച്ച് ചേർക്കാറുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഉലുവ പൊടിച്ചത് ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇടണില്ല. കാരണം കുറച്ചായിട്ട് ഉലുവ പൊടിച്ച് വയ്ക്കാൻ എൻ്റെ മിക്സിയുടെ ജാറ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പണി ഇങ്ങനെ മുടക്കി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്ലേഡിനൊക്കെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ വർക്കിംഗ് ആണ്, പക്ഷേ നല്ലോണം ഒന്നും പൊടിഞ്ഞില്ലെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഫസ്റ്റ് കടുക് പൊട്ടിച്ചപ്പോൾ ഉലുവയും കൂടി ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉലുവയുടെ പൊടിയോ ഒന്നും എക്സ്ട്രാ അഡീഷണലായിട്ട് ചേർക്കണില്ല. മുളക് പൊടിയും കായം പൊടിയും മാത്രമേ പൊടികളായിട്ട് അങ്ങനെ ചേർക്കണുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് കുറുകി സെറ്റാകുമ്പോഴേക്കും പിന്നെ അത് ഇങ്ങനെ എന്താ പറയുക, അത് ആ ചട്ടി തന്നെ കിടന്നൊന്ന് റെഡി ആവുമല്ലോ. അപ്പം നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട്
ചില്ലുകുപ്പിയിലൊക്കെ പകർത്തി വെക്കാമെന്ന് വിചാരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പകർത്താൻ വേണ്ടി. പിന്നെ സണ്ണചാട്ടൻ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കി അഭിപ്രായമൊക്കെ പറഞ്ഞാനെ. സ്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം ഇവനൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കട്ടെ, അവന് കുറച്ച് നേരം ഇവനെ കളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുത്താൽ പിന്നെ അധികം നേരം എൻ്റെ അടുത്തേക്ക് വരില്ല. എൻ്റെ അടുത്തേക്ക് വരില്ല മീൻസ് അവനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കില്ല. അമ്മാമ്മ എടുത്ത് പോയി കളിക്കും, എന്തെങ്കിലും ടോയ്സ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജസ്റ്റ് കാണിക്കാൻ മാത്രമേ വരുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ അച്ചാർ ഫൈനലി ചൂടൊക്കെ ആറി ഒന്ന് കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി പാത്രത്തിലേക്ക് നമ്മുടെ കുപ്പിയിലേക്ക് പകർത്താൻ പോവാണ്. അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ചാർ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടോ? നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. പിന്നെ ഉപ്പ് പിന്നെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടല്ലല്ലോ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പിടിക്കാൻ എന്തായാലും 1-2 ദിവസം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ അച്ചാർ അങ്ങനെ റെഡിയായി. ഇപ്പം അതിൻ്റെ അഭിപ്രായങ്ങൾ സണ്ണിച്ചേട്ടൻ്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ പിന്നീടുള്ള വ്ളോഗ്സിലൊക്കെ ഉൾപ്പെടുത്താട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.